ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമ കുറ്റം ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുൻപ് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ പേരിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. അജയ്, ഒരു വകുപ്പ് കൂടി ചേർത്തിരിക്കുകയാണ്. നരഹത്യാശ്രമ കുറ്റം ചേർത്ത് സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് കോടതിയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമായിരുന്നു ഈ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നേരിട്ടിരുന്നത്. കോടതി ശക്തമായ ഭാഷയിലാണ് ഇരു കൂട്ടരെയും വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നരഹത്യാശ്രമ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ റിപ്പോർട്ട് വീണ്ടും കോടതി പരിഗണിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നരഹത്യാശ്രമ കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് ഇത്തരത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. കേസിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനുൾപ്പെടെ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോടതി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 3 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് വീണ്ടും മുഖവിലക്കെടുക്കും എന്നതിനെയാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. മായ. ശരി, ആലപ്പുഴയിൽ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമ കുറ്റം ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അജയ് ആണ് വിവരങ്ങൾ നൽകിയത്.